ഭൃത്യന്മാരെ വിളിച്ചിട്ട് നാണയം കൊടുത്തിട്ട് പോകുന്ന ഇന്നത്തെ ഉപമയിലെ പ്രഭു അത് ഈശോ ആണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഈശോ അവനൊരു സാധ്യതയില്ല. കാരണം ഈശോ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് അത് ഇരട്ടിപ്പിച്ചില്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടി പിടിച്ച് വാങ്ങിക്കുന്ന ഒരാളല്ല. ഇന്നലത്തെ ഗോസ്പലിൽ പറഞ്ഞത് മനുഷ്യപുത്രൻ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പം നഷ്ടപ്പെട്ടവരുടെ കൂടെ തോറ്റുപോകുന്നവരുടെ കൂടെയാണ് നമ്മുടെ ക്രിസ്തു. അതുകൊണ്ട് ഈ പ്രഭു ക്രിസ്തുവാൻ സാധ്യതയില്ല. മറ്റൊന്ന്, തനിക്കെതിരെ ഡെലഗേഷൻ അയച്ച ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് കൊന്നാളെയാണ് ഈ പ്രഭു. ഈശോ അങ്ങനെ തിരഞ്ഞുപിടിച്ച് കൊല്ലോ? ഈശോനെ ആക്രമിക്കുന്നവരെ ഈശോ അങ്ങനെ കൊല്ലോ? ശത്രുക്കളെ സ്നേഹിക്കാനല്ലേ ഈശോ പറഞ്ഞത്? അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കാണുന്ന പ്രഭു അത് നമ്മുടെ ഈശോ അല്ല. പിന്നെന്തിനാണ് ഈ ഉപമ? ഈശോയുടെ സമയത്ത് സംഭവിച്ച ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈശോ ഈ കഥ പറയുന്നത്. ഹെറോദ് ദ ഗ്രേറ്റ് 3 മക്കളാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം രാജ്യം 3 പേർക്കുമായിട്ട് വിധിച്ചു കൊടുത്തു. അന്ന് റോമിൻ്റെ ഭരണത്തിലാണല്ലോ. അതുകൊണ്ട് ഇവർ 3 കപ്പലിലായിട്ട് റോമിലേക്ക് പോവാം സീസറിനെ കാണാൻ, രാജ്യത്തെ ഏറ്റെടുക്കാൻ. അപ്പം 4-മത്തെ ഒരു കപ്പൽ പോയി. അത് ഫരിസേയരുടെ നിവേദനമായിട്ട് പോയ കപ്പലാണ്. ഹെറോദ് അന്തിപ്പാസിനെ ഞങ്ങൾക്ക് രാജാവായിട്ട് വേണ്ട. അപ്പോൾ റോം എന്ത് ചെയ്തു? അന്തിപ്പാസിനെ രാജാവാക്കിയില്ല, പകരം തൊട്ട് താഴെ ടെട്രാക്കിൻ്റെ സ്ഥാനം കൊടുത്തേ. തിരിച്ചു വന്ന അന്തിപ്പാസ് ഈ നിവേദനം കൊടുത്തുവിട്ട ആൾക്കാരെ പിടിച്ച് കൊന്നു കളഞ്ഞു. അതാണ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്. അതാണ് ഈശോ പറയുന്നത്. ഇനി അതെന്തിനാണ് ഈശോ പറയുന്നത്? ഈശോ ഇനി ജെറുസലേമിലേക്കാണ് പോകുന്നത്. അവിടെ രാജ്യത്ത് ഏറ്റെടുക്കുകയാണ്. കുരിശിലാണ് രാജ്യത്ത് ഏറ്റെടുക്കുന്നത്. അത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയല്ല എൻ്റെ. നിങ്ങൾ കണ്ടിട്ടുള്ള രാജാക്കന്മാർ, നിങ്ങൾ കണ്ടിട്ടുള്ള റോം, അതുപോലെയല്ല ഞാൻ. അവർ രാജ്യത്തിൻ്റെ വിസ്തൃതി വലുതാക്കാൻ വേണ്ടി വാളെടുക്കുന്നവരാണ്. പക്ഷെ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വലുതാക്കുന്നത് വാളുകൊണ്ടല്ല, കുരിശുകൊണ്ടാണ്. ഇതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ജെറുസലേമിനെ നോക്കി ഈശോ വിലപിക്കുന്നുണ്ട്, നിൻ്റെ സമാധാനത്തിൻ്റെ ദിനങ്ങൾ നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. കാരണം സമാധാനത്തിൻ്റെ വഴികളാണ് നീ അറിയേണ്ടത്. പത്രോസിനോടെന്താ ഈശോ പറഞ്ഞേ? നിൻ്റെ വാള് നീ ഉറയിലിട്. കാരണം എൻ്റെ രാജ്യം ഇങ്ങനെ വെട്ടിപ്പിടിക്കാനുള്ളതൊന്നുമല്ല. ഇന്നത്തെ ലോകം നൽകുന്ന മാതൃകകളല്ല നമ്മൾ എടുക്കേണ്ടത്. ഈശോയുടെ മാതൃക തന്നെയാണ്. അത് സമാധാനത്തിൻ്റെ വഴിയാണ്.